അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ. ലാത എന്നത് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ത്വായിഫുകാരുടെ ആരാധ്യ വസ്തുവായിരുന്നു. ലാത എന്നത് ത്വായിഫുകാരുടെ ആരാധ്യ വസ്തുവായിരുന്നു. ചിലർ പറഞ്ഞു ഖുറൈശികളുടേതാണ്. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, അവർ ആരാധിച്ചിരുന്ന മറ്റൊരു ആരാധ്യ വസ്തുവാണ് ഉസ്സ എന്നത്. ഖുറൈശികൾ ആരാധിച്ചിരുന്ന 3 കല്ലുകളായിരുന്നു ഉസ്സ എന്നത്. 3 കല്ലുകൾ. ആ കല്ലിന് പ്രത്യേക രൂപവും മറ്റൊക്കെ ഉണ്ടായിരുന്നു, കിതാബുകളിൽ ചിലത് കാണാം. ഈ 3 കല്ലുകൾ അവയെ അവർ ആരാധിച്ചിരുന്നു. ഖുറൈശികൾ അവരുടെ ചരിത്രത്തിൽ പറഞ്ഞതുപോലെ ഒരു ഭംഗിയുള്ള കല്ല് കണ്ടാൽ അവരതിനെ ആരാധിക്കുമായിരുന്നു എന്നാണ്. ഒരു കല്ല് പ്രത്യേകിച്ച് രൂപം, അതിനെന്തെങ്കിലും രൂപത്തിൽ വ്യത്യാസമോ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ കണ്ട അതിനെ ആരാധിക്കും. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഖുറൈശികളിൽ ചിലർ പറഞ്ഞതുപോലെ യാത്രക്കിടയിൽ ആരാധിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂട്ടി വെച്ച് അതിന് മുകളിൽ ഒരു ആടിനെ അറുത്ത് അതിൻ്റെ രക്തം മുറ്റിച്ച് അതിനെ ആരാധിക്കും. ജാഹിലിയ്യത്ത് എന്താണ് എന്ന് അറിഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യരെത്തിപ്പെട്ടിരിക്കുന്ന ശിർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഇന്നും ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് പലർക്കും ഇടയിലെ കാര്യങ്ങളുള്ളത്. ഒരു വസ്തു ആരാധിക്കപ്പെടണമെങ്കിൽ പ്രത്യേകിച്ചൊന്നും വേണ്ടതില്ല. ഒരു ദിവസം ഒന്ന് ഇടിവെട്ടി എന്തെങ്കിലും ഒന്ന് കത്തിപ്പോയി അതിന് രൂപമാറ്റം സംഭവിച്ചാൽ ആൾക്കാർ അതിനടുത്ത് ആരാധിക്കാൻ വരും. എന്തെങ്കിലും ഉണ്ടായാലും മതി, ആളുകൾ ആരാധിക്കാൻ കാത്തു നിൽക്കുകയാണ്. മണ്ണാർക്കാട് പ്രദേശത്തൊരു മരമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ആളുകൾ പച്ച തുണി കെട്ടും. എന്താ കെട്ടാനുള്ള കാരണം? കുട്ടി ഉണ്ടാകും. മരത്തിന്റെ മേലെ തുണി കെട്ടിയാലോ? ആരാണിത് പറഞ്ഞത്? മുസ്ലിമീങ്ങളായ ആളുകളാണ് വന്ന് കെട്ടുന്നത്. മുസ്ലിം പേരുള്ള ആളുകൾ അവരാണ് വന്ന്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എത്ര അപകടകരമായ അവസ്ഥയിൽ, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ ചെയ്യുന്നത് എന്നതിനോടൊപ്പം അള്ളാഹുവിനോട് അവർ ചെയ്യുന്ന അതിക്രമത്തിന്റെ വലുപ്പം എന്താണ്?